നിയമസഭയെ അറിയിക്കുക എന്നുള്ളതാണ്. ആ ചുമതല മാത്രമാണ്. മറിച്ച് നിയമസഭയുടെ പെർസിങ്സിനകത്ത്, നിയമസഭയുടെ ഉള്ളിൽ നിയമസഭാ ഹോസ്റ്റലോ നിയമസഭക്കകത്തോ വെച്ച് അറസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ സ്പീക്കറുടെ അനുമതി ആവശ്യമുള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇനി അതിന്റെ ഫോർമാലിറ്റി റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സിന്റെ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ഞങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. ഇത് സ്വാഭാവികമായി ഇത് ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ഗുരുതരമായ ആരോപണം. വെറുമല്ല, തുടർച്ചയായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. പരാതി കിട്ടിയാൽ മാത്രമാണ്. അത് പരാതി ലഭിക്കുമോ ചില ആൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടല്ലോ MLA-മാർ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആ നിലയിൽ മൂവ് ചെയ്യും. പിന്നെ ഡിസ്ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും അത് ലീഗൽ പോയിന്റ്, ലീഗൽ എക്സ്പേർട്സുമായി ഞങ്ങൾ ചർച്ച ചെയ്യും. ഇത് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഡിഫക്ഷന് സാധ്യതയുണ്ടോ എന്നുള്ളത് ലീഗൽ എക്സ്പേർട്സുമായി ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനിക്കും. അതൊക്കെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയതല്ല. അതിലിപ്പോൾ സ്പീക്കർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അവരുടെ പാർട്ടിക്ക് ആരെയും പുറത്താക്കാനും എടുക്കാനും തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. ഒരു വലിയ പാർട്ടി എന്ന നിലക്ക് അവരെ പുറത്താക്കി. അതിൽ സ്പീക്കർക്ക് റോളില്ല. ഇപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളുടെ ചോദ്യം ഡിഫെക്ഷൻ ആണെങ്കിൽ അതിൽ ഞങ്ങൾ ലീഗൽ എക്സ്പേർട്സുമായി കൂടിയാലോചിച്ച് വേണ്ട തീരുമാനമെടുക്കും. ഞാൻ പറഞ്ഞല്ലോ, അത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. പക്ഷേ ഞങ്ങൾക്ക് നിയമത്തിനടി ഉള്ളിൽ നിന്നുകൊണ്ടേ പെരുമാറാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നിയമവിദഗ്ധന്മാരുമായി കൂടിയാലോചിച്ച് വേണ്ട തീരുമാനമെടുക്കും. ഓക്കെ, സ്പീക്കർ ഷംസീറിന്റെ വാക്കുകളാണ്. രാഹുലിനെ അറസ്റ്റ് ചെയ്തതിൽ നിയമ തടസ്സങ്ങളൊന്നുമില്ല. സ്പീക്കറുടെ നിയമസഭയോ പ്രിമൈസസിനുള്ളിൽ വെച്ചുള്ള അറസ്റ്റുകൾക്കാണ് സ്പീക്കറുടെ മുൻകൂർ അനുമതി ആവശ്യം, അല്ലെങ്കിൽ നടപടിയില്ല. ഇത് സ്പീക്കറെ റിപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ വാഹനത്തിൽ നിന്നും പുറത്തിറക്കിയിട്ടുണ്ട് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി. അസാധാരണമായ പ്രതിഷേധമാണ് ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നടക്കുന്നത്. പുറത്തിറക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഇതാ ഇപ്പോൾ ആ പ്രതിഷേധങ്ങൾക്കിടയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തെ ആ വാഹനത്തിൽ നിന്നും പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വരാം. എന്തായാലും വൈദ്യപരിശോധന വേഗത്തിൽ പൂർത്തിയാക്കും. വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്കാണ് അടുത്ത നടപടിക്രമങ്ങൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്നലെ രാത്രി 12:30 മുതൽ ഈ സമയം വരെ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടം. ഇതിനിടയിൽ എന്തൊക്കെ വിവരങ്ങൾ ചോദിച്ചറിയാൻ കഴിഞ്ഞു എന്ന കാര്യമാണ്. ഒരു ആദ്യവട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ടാവാനാണ് സാധ്യത. AIG പൂങ്കുഴലി അവിടെ ഉണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാന സർക്കാർ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പരാതികൾക്ക്. ആ 3 പരാതികൾ, ഇപ്പോൾ ഉയർന്നു വന്ന ഈ 3 പരാതികൾക്കും ഒരു ഏകോപനം സ്വാഭാവികമായും ഉണ്ടാവും. അത്തരം ചോദ്യങ്ങളൊക്കെ രാഹുലിന് മുന്നിൽ ഉണ്ടായിട്ടുമുണ്ടാവണം എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെ തെളിവുകൾ ശേഖരിച്ചു? ആദ്യവട്ട വന്ന റിപ്പോർട്ടുകൾ, വിവരങ്ങൾ അനുസരിച്ച് രാഹുൽ അന്വേഷണവുമായി വേണ്ടത്ര സഹകരിക്കുന്നില്ല എന്ന ചില റിപ്പോർട്ടുകളായിരുന്നു. പക്ഷേ സാഹചര്യം മാറിയിട്ടുണ്ടാവാം. എന്തായാലും രാഹുലിന് മുന്നിൽ വെല്ലുവിളികൾ ചെറുതല്ല എന്നതാണ്. ഇനി നേരെ ജയിലിലേക്കാണ്. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും പിന്നീട്. അങ്ങനെ നടപടിക്രമങ്ങൾ നിരവധിയുണ്ട്. ചോദ്യങ്ങൾക്ക് രാഹുൽ ഉത്തരം പറയേണ്ടി വരും. എവിടെ ഒളിവിൽ കഴിഞ്ഞു, എന്താണ് നടത്തിയ നീക്കങ്ങൾ, ഇത് നിഷേധിക്കപ്പെടുകയാണോ? രാഹുലിന്റെ ആദ്യത്തെ വാദം എങ്ങനെയായിരുന്നു? ആദ്യം ഹൂ കേഴ്സ്, ഇതാണ് മാധ്യമങ്ങളോട് ആദ്യം അദ്ദേഹം പറഞ്ഞ വാദ്യം. പിന്നെ ഹൂ കേഴ്സ് എന്ന നിലപാടുകളെല്ലാം അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നു. ഒടുവിൽ താനും ഒരു പെൺകുട്ടിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം പക്ഷേ ഉഭയസമ്മതപ്രകാരമായിരുന്നു എന്ന വാദമാണ് അദ്ദേഹം കോടതിയിൽ പിന്നീട് വാദിച്ചത്. പക്ഷേ ആ വാദത്തിനെതിരെ പെൺകുട്ടി ശക്തമായ നിലപാടെടുക്കുന്നു, പ്രോസിക്യൂഷൻ നിലപാടെടുക്കുന്നു. മാത്രമല്ല, ഭ്രൂണഹത്യ, നിർബന്ധിച്ചുള്ള ഭ്രൂണഹത്യ, ക്രൂരമായ പീഡനം, ഇങ്ങനെ പല പരാതികളും ഉയർന്നു. മറ്റൊന്ന് വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ടുള്ള പീഡനം നടത്തിയെന്നതാണ്. ഏറ്റവും ക്രൂരമായ ബലാത്സംഗം നടത്തിയെന്ന പരാതിയാണ്. അത് രണ്ടാമത്തെ പരാതിയാണ്. അതും നിലനിൽക്കുകയാണ്. ഇതാ മൂന്നാമത് മറ്റൊരു പരാതി കുറിയുന്നു. ഈ പരാതിയിൽ പക്ഷേ തെളിവുകൾ, അതിശക്തമായ തെളിവുകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ കോടതിക്ക് മുന്നിൽ ആ തെളിവുകൾ കൂടി പരിഗണിക്കേണ്ടി വരും. അപ്പോൾ രാഹുലിൻ്റെ പതിവ് വാദങ്ങൾ ഇവിടെ നിലനിൽക്കുമോ എന്ന ചോദ്യം കൂടിയാണ്. സ്വന്തം പാർട്ടിയും സ്വന്തം കൂടാരവും സ്വന്തം ക്യാമ്പും പൂർണ്ണമായും രാഹുലിനെ കൈവിട്ടോ എന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു ചെറിയ തിരുത്തു കൂടി നമുക്ക് പറയേണ്ടി വരും. അതായത് സമൂഹ മാധ്യമങ്ങൾ പൂർണ്ണമായും രാഹുൽ അനുകൂല പോസ്റ്റുകൾക്ക് ഇടമില്ല എന്ന് നമ്മൾ ആദ്യം പറഞ്ഞതെങ്കിൽ, പക്ഷേ ചില തിരുത്തുകൾ കൂടിയുണ്ട്. രാഹുലിന് അനുകൂലമായ ചില പോസ്റ്റുകളൊക്കെ ഇപ്പോഴും പ്രചരിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇതിനു പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ നീക്കമെന്ന വാദം ഉന്നയിക്കുന്ന ചിലരെങ്കിലുമുണ്ട്. ഇതൊക്കെ ഒരു പെയ്ഡ് പോസ്റ്റുകൾ തന്നെയാണോ എന്ന കാര്യം തന്നെ ആവാൻ സാധ്യതയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം മൂടിവെക്കാൻ ബോധപൂർവമായി ഉണ്ടാക്കിയതാണ്, ഓൺലൈൻ വഴി ഗർഭമുണ്ടാക്കി എന്ന ആക്ഷേപം ഉന്നയിക്കുന്ന പെയ്ഡ് പോസ്റ്റുകളൊക്കെ പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും രാഹുൽ വിവാദം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് നീക്കം. അതിൻ്റെ ഭാഗമായാണ് ഈ ആക്ഷേപം എന്നൊക്കെ വാദമുണ്ട്. എന്തായാലും ആ വാദമൊന്നും ഇനി നിലനിൽക്കുമെന്ന് തോന്നുന്നില്ല. കാരണം തെളിവുകളാണ്
ഉണ്ടാവേണ്ടത്. രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം തെളിവുകൾ തെളിയിക്കപ്പെടട്ടെ, അത് നിയമത്തിന് മുന്നിലേക്ക് വരട്ടെ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും രാഹുലിനെതിരെ കരിങ്കൊടി പ്രതിഷേധമാണ് പാലക്കാട് പത്തനംതിട്ടയിൽ നിന്നും ഉണ്ടാവുന്നത്. രാഹുൽ ഇപ്പോൾ സ്വന്തം ജില്ലയിൽ സ്വന്തം വീടിന് സമീപത്ത് തന്നെ ഈ കേസിൻ്റെ നിയമ നടപടികൾക്ക് തുടർ നീക്കങ്ങൾക്ക് വിധേയനാവുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ തിരുവനന്തപുരവും പാലക്കാടും പോലെയുള്ള സ്ഥലങ്ങളിലായിരുന്നെങ്കിൽ ഇത്തവണ ഇവിടെ അദ്ദേഹം സ്വന്തം നാട്ടിൽ തന്നെ ഇതിൻ്റെ അറസ്റ്റും തുടർ നീക്കങ്ങളും വിധേയനാവേണ്ടി വരികയാണ്. അദ്ദേഹം വൈദ്യപരിശോധനയ്ക്ക് ശേഷം രാഹുൽ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് എത്തും. മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്യുമ്പോൾ പോവേണ്ടി വരുന്ന ജയില് പത്തനംതിട്ടയിൽ ജില്ലാ ജയിലിന് ചില അറ്റകുറ്റപ്പണികൾ നടക്കുന്നു, അതുകൊണ്ട് അത് അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ കൊട്ടാരക്കര ജയിലിലേക്ക് ആവാം ഒരു പക്ഷേ രാഹുലിനെ കൊണ്ടുപോവുക. അതിൻ്റെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലെ ആ ജയിലിലേക്ക് രാഹുലിനെ മാറ്റിയാകാനാണ് സാധ്യത. എന്തായാലും ആ നീക്കങ്ങളാണ്, ആ ദൃശ്യങ്ങളൊക്കെയാണ് ഇനി പുറത്തു വരുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം പോലീസിൻ്റെ പിടിയിൽ ആണ്. നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ മതിയാവൂ. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് സംഭവിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വലിയ കരിങ്കൊടി പ്രതിഷേധമാണ്. രാഹുൽ നിയമ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് ഒളിച്ച് നടത്തിയതിനെതിരെ വലിയ പ്രതിഷേധം എല്ലാവർക്കും ഉള്ളത്. എന്തായാലും ഇടതുപക്ഷത്തിനും ഒപ്പം BJPക്കും വലിയൊരു സാധ്യതയാണ്. വലിയ ശക്തമായ പ്രതിഷേധം ഉന്നയിക്കാൻ കഴിയുന്നു. അവർ രാഹുലിൻ്റെ കൊണ്ടുപോകുന്ന പോലീസ് വാഹനം തടഞ്ഞിട്ടുകൊണ്ട് വലിയ പ്രതിഷേധമുയർത്തുകയാണ് ചെയ്തത്. ആ പ്രതിഷേധങ്ങൾക്കിടയിലൂടെ രാഹുലിനെ ഇപ്പോൾ വൈദ്യപരിശോധന നടത്താൻ കൊണ്ടുപോകുന്നു. അതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. മജിസ്ട്രേറ്റ് എന്ത് നിലപാടെടുക്കും, റിമാൻഡ് ചെയ്യുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും പോലീസിൻ്റെ കസ്റ്റഡി അപേക്ഷ പിന്നാലെ വരാനാണ് സാധ്യത എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ആ നീക്കം കൂടി ഉണ്ടാവുമെന്ന് കരുതാം. ശശിനാരായണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശശിനാരായണൻ, പോലീസിൻ്റെ നമുക്ക് ശശിനാരായണനിലേക്ക് വരാം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് നടക്കാൻ പോകുന്നത്. പത്തനംതിട്ടയിൽ വലിയ പ്രതിഷേധം, കരിങ്കൊടി പ്രതിഷേധങ്ങൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടം നിയമ സംവിധാനങ്ങൾക്കിടയിലൂടെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാവുന്നു. അതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് എത്തും. ഉടൻ തന്നെ ഈ നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഈ ഞായറാഴ്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ അറസ്റ്റൊക്കെ നേരത്തെ ഉണ്ടാവുമെന്ന് കരുതിയതാണ്, പക്ഷേ അതെല്ലാം നീണ്ടുപോയി. ഒടുവിൽ മൂന്നാമത് മറ്റൊരു കേസ് കൂടി വരുന്നു. ആ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടാകുന്നത്. ഇതാവട്ടെ പ്രോസിക്യൂഷൻ, പോലീസും വളരെ കരുതലിലായിരുന്നു, ജാഗ്രതയിലായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങളൊന്നും പുറത്തു പോവാതെ വളരെ ജാഗ്രത പാലിച്ചുകൊണ്ട് തെളിവുകളൊക്കെ ആദ്യവട്ട ശേഖരണം നടത്തിയ ശേഷം അറസ്റ്റിലേക്ക് പോയി എന്നതാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കോടതിക്ക് മുന്നിൽ ഈ തെളിവുകൾ പ്രോസിക്യൂഷൻ എത്തിക്കാനുമാവും. അങ്ങനെയെങ്കിൽ ശ്രദ്ധേയമാണ് ഈ നീക്കം. അത് രാഹുലിന് വലിയ കുരുക്കായി മാറുക തന്നെ ചെയ്യും. എന്തായാലും ആ ഒരു കോൺഫിഡൻസ് പൊതുവിൽ പ്രോസിക്യൂഷനുണ്ട്. ഇത്തവണ രാഹുലിനെ കുടുക്കും എന്നതാണ് അവരുടെ വാദം. എന്തായാലും എന്ത് തെളിയിക്കപ്പെടും, എന്ത് എന്ന കാര്യത്തിൽ നമുക്ക് മജിസ്ട്രേറ്റ് എന്ത് നിലപാടെടുക്കുമെന്ന കാര്യം കൂടി അറിയാം. വലിയ ആക്ഷേപമാണ്. അതിജീവിതയടക്കം പുറത്തു വിടുന്ന പോസ്റ്റ് വൈകാരിക കുറിപ്പുകളുമായി രംഗത്ത് വരികയാണ്. അപ്പോൾ ഈ കേസിൽ അറസ്റ്റ് സംഭവിക്കുമ്പോൾ ഇനിയും പരാതിപ്പെടാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ധൈര്യം നൽകുന്ന ഒരു നീക്കം കൂടിയായി ഇത് മാറുകയാണ്. കാരണം പരാതികൾക്ക് ഫലമുണ്ടാകുമെന്ന സൂചന ഇതിലൂടെ വരുന്നു. സർക്കാർ കേന്ദ്രങ്ങളാവട്ടെ ഈ അറസ്റ്റിനെ അവർ ആഘോഷിക്കുകയാണ്. കാരണം ഇത് പ്രോസിക്യൂഷന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഒരു നേട്ടമായി അവർ പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.